മതം സ്വീകരിക്കാൻ തയ്യാറാണ്. അവർ നേരത്തെ തന്നെ ഇസ്ലാമായിരുന്നു. അവർ നമ്പൂതിരിയുടെ വേഷം കെട്ടിയവരാ. പറ്റിക്കല്, വീഡിയോ യൂട്യൂബിലൂടെ പച്ചയ്ക്ക് പറ്റിക്കല്, എന്നിട്ട് അവരെ കൺവേർട്ട് ചെയ്തു എന്ന് വരുത്താം. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, അത്രയും മഹത്വം ഈ ഖുർആൻ ഉണ്ടെങ്കിൽ, അത്രയും മഹത്വം ഈ ഖുർആൻ ഉണ്ടെങ്കിൽ, ഒരു ചോദ്യം, ഈ പാകിസ്ഥാനിലുള്ള 13 കോടി മുസ്ലിങ്ങളല്ലേ? 13 കോടി മുസ്ലിങ്ങളാ. അവിടെ 0.2 കോടി 20 ലക്ഷം പേരെ ഹിന്ദുക്കളുള്ളൂ. അവിടെ ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാ, ബോംബ് പള്ളിയിൽ വെക്കുന്നത് മുസ്ലിങ്ങളാണ്, അത് പൊട്ടിക്കുന്നത് മുസ്ലിങ്ങളാണ്, അതിൽ ചാവുന്നത് മുസ്ലിങ്ങളാണ്, അതിൽ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുസ്ലിമാണ്, അവിടുത്തെ പാകിസ്ഥാനിലെ CBI അത് മുസ്ലിങ്ങളാണ്, അവിടുത്തെ കോടതിയിലെ അഡ്വക്കേറ്റ് മുസ്ലിമാണ്, ജഡ്ജി മുസ്ലിമാണ്. എന്തിന് നിങ്ങൾ ബോംബ് ഉണ്ടാക്കിയിട്ട് പരസ്പരം കൊല്ലുന്നു? 69 രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളാ. ഒരു രാജ്യത്തിലെങ്കിലും സമാധാനമുണ്ടോ? ഒരു രാജ്യത്തിൽ സമാധാനമുണ്ടോ? ഇസ്ലാം മതം സമാധാനത്തിന്റെ മതമാണെങ്കിൽ ഏത് മുസ്ലിം രാജ്യം എടുത്തു നോക്കുക, അഫ്ഗാനിസ്ഥാൻ എടുത്തു നോക്കുക, ഇറാഖ് എടുത്തു നോക്കുക, ഇറാൻ എടുത്തു നോക്കുക, ലിബിയ എടുത്തു നോക്കുക, ഈജിപ്ത് എടുത്തു നോക്കുക, സിറിയ എടുത്തു നോക്കുക, പത്രത്തിൽ നോക്കുക. അത്രയും പവിത്രമായ മതമാണെങ്കിൽ ആലോചിച്ച് നോക്കുക. ഷിയായും സുന്നിയും, ഷിയായുടെ പള്ളിയിലേക്ക് സുന്നിയെ കയറ്റില്ല, സുന്നിയുടെ പള്ളിയിലേക്ക് അഹമ്മദിയായെ കയറ്റില്ല, അഹമ്മദിയായുടെ പള്ളിയിലേക്ക് മുജാഹിദിനെ കയറ്റില്ല, മുജാഹിദീന്റെ പള്ളിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കയറ്റില്ല, ഇതിന്റെ ഒന്നിന്റെയും പള്ളിയിലേക്ക് സുഫിയെ കയറ്റില്ല. ഒറ്റ ഖുർആൻ, ഒറ്റ പ്രവാചകൻ, ഒറ്റ മക്ക, ഒരൊറ്റ പ്രവാചകൻ, ഒറ്റ അള്ളാഹു. എന്നിട്ട് എന്തിനായി പരസ്പരം ഇടി? ഹിന്ദുക്കളുടെ കാര്യം നോക്ക, 33 കോടി ദേവന്മാര്, ഒരെണ്ണമൊന്നുമല്ല, 33 കോടി ദേവന്മാര്. എത്ര ഗ്രന്ഥം? ആയിരക്കണക്കിന് ഗ്രന്ഥം. എത്ര ആചാര്യന്മാര്? ആയിരക്കണക്കിന് ആചാര്യന്മാര്. ഒരു കാര്യം ഉറപ്പാ, വെള്ളാപ്പള്ളിയും ജി സുകുമാരൻ തമ്മിൽ ബോംബിട്ടിട്ടൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും തമ്മിൽ ഒരു ബോംബ് ഇട്ടിട്ടില്ല, ഉറപ്പാ. ഹിന്ദുക്കള് എല്ലാവർക്കും ഒരേ അമ്പലം, എല്ലാവരും ഒരേ അമ്പലത്തിലാണ് പോകുന്നത്, എല്ലാവരും ഒരേ രീതിയിലുള്ള പ്രാർത്ഥനയാണ്, എല്ലാവർക്കും ഒരേ ശബരിമല. പല ദൈവങ്ങളാണെങ്കിൽ പോലും ഒരുമിച്ച്. ഇതാണ് ആന്തരികമായ ഐക്യം. വെറുതെ ഇരിക്കുമ്പോ കണ്ണടച്ച് ചിന്തിച്ചു നോക്കാം. ഭാരതത്തിലെ ആചാരങ്ങള് ഈശ്വരനെ സന്തോഷിപ്പിക്കാനല്ല, ഭാരതത്തിലെ ആചാരങ്ങള് ഈശ്വരനെ സന്തോഷിപ്പിക്കാനല്ല. നമ്മുടെ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, 5 എണ്ണത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അവിടെ ഈശ്വരന് റോളേ ഇല്ല. നമ്മുടെ ആചാരങ്ങളിൽ ഈശ്വരന് റോൾ ഇല്ല. ഇനി അഥവാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനെ സന്തോഷിപ്പിക്കാനല്ല, നമ്മുടെ മനസ്സിനകത്ത് ആത്മവിശ്വാസവും നിർഭയത്വവും വരുത്താനാണ് നമ്മുടെ പ്രാർത്ഥന. തേജോസി തേജോമയി ദേഹി, വീര്യമസി വീര്യമയി ദേഹി, ബലമസി ബലമയി ദേഹി, ഓജോസി ഓജോമയി ദേഹി, മഞ്ഞുരസി മഞ്ഞുമയി ദേഹി. എന്താ അർത്ഥം അറിയോ? അല്ലയോ പ്രകൃതി ചൈതന്യമേ, നീ തേജസ്സാണ്. തേജോസി ത്വം തേജഃ അസി, നീ തേജസ്സാണ്, എന്നെ തേജസ്സുള്ളവനാക്ക. ബലമസി, നീ ബലമുള്ളവനാണ്, പ്രകൃതി ബലമുള്ളവനാണ്, എന്നെ ബലമുള്ളവനാക്ക. മഞ്ഞുരസി, നീ പ്രസിദ്ധനാണ്, എന്നെ പ്രസിദ്ധനാക്ക. നീ വളരെയധികം കീർത്തിമാനാണ്, എന്നെ കീർത്തിമാനാക്ക. അതിനാ നമ്മൾ പ്രാർത്ഥിക്കുക. എന്റെ പാപം നീ ഏറ്റെടുക്കാനല്ല അമ്പലത്തിലേക്ക് നമ്മൾ പോവാറുള്ളത്. എന്റെ പാപം ദൈവത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനല്ല. ദൈവം നമ്മുടെ പാപം ഏറ്റെടുക്കില്ല. എന്താ കാരണം? വിശപ്പ് ട്രാൻസ്ഫറബിൾ അല്ല, ദാഹം ട്രാൻസ്ഫറബിൾ അല്ല, KSRTC ടിക്കറ്റ് ട്രാൻസ്ഫറബിൾ അല്ല. പിന്നെ എങ്ങനെയാ പാപം ട്രാൻസ്ഫറബിൾ ആവുന്നേ? എന്റെ പാപം എന്റെ അച്ഛന്റെ പേരിൽ കെട്ടിവെക്കാൻ പറ്റുമോ? ഇതെന്താ ആധാര എഴുത്ത് ഓഫീസാ? എങ്ങനെയാ വേറൊരാൾക്ക് എന്റെ പാപം കെട്ടിവെക്കുന്നത്? എന്തൊരു അബദ്ധജടിലമായിട്ടുള്ള വാക്കുകള്. ചിന്തിച്ചു നോക്കാം, ചിന്തിച്ചു നോക്കാം. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങള് ഒരു 10 എണ്ണം ഞാൻ പറയാം. എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, ആശ്വസിപ്പിക്കുക, കഥകൾ കേൾപ്പിക്കുക, അനുഭവങ്ങൾ കേൾപ്പിക്കുക, ഉപദേശങ്ങൾ കേൾപ്പിക്കുക, ജീവിത സത്യങ്ങൾ കേൾപ്പിക്കുക, പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ധ്യാനിക്കുക. 10 എണ്ണേ ഇനിയുണ്ട് ഇഷ്ടം മതി. ഈ 10 എണ്ണേ ഞാൻ പെട്ടെന്ന് പറഞ്ഞുള്ളൂ. 10ഉം മനുഷ്യന്റെ മനസ്സിന് നന്മ വരുത്താൻ. നമ്മുടെ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. മകനെ നീ നന്നായി വരും. എവ്രി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. എവ്രി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഞാനല്ല, പ്രൊഫസർ എറിക് ബേൺ,
ജർമ്മൻകാരനായ സൈക്കാട്രിസ്റ്റ്, അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ആള്. പുനർജന്മത്തെ കുറിച്ച് എന്നെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്രയും ഉജ്ജ്വലമായ സദസ്സില് വിദ്യാഭ്യാസമുള്ളവരോട് ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ച് അഭ്യർത്ഥിക്കുന്നു. മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, ഒരു പുസ്തകത്തിന്റെ പേരാ. മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്, സെയിം സോൾ മെനി ബോഡീസ്. പുനർജന്മത്തെ കുറിച്ച് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ ബ്രയൻ വൈസ് എഴുതിയ പുസ്തകം. നല്ല ഇംഗ്ലീഷാ, നല്ല ഇംഗ്ലീഷ്, സിമ്പിൾ ഇംഗ്ലീഷ്. കാതറിൻ എന്ന പെൺകുട്ടിയുടെ 81 ജന്മം പുറകോട്ടെടുത്ത് എഴുതിയിരിക്കുന്ന പുസ്തകം. അത് ഒരിക്കൽ വായിച്ചാൽ ഇരുന്ന സ്ഥലത്തിരുന്ന് വിറങ്ങലിക്കും നിങ്ങൾ. ഞാൻ അടുത്ത കാലത്ത് ആസ്ട്രേലിയൻ പാർലമെന്റ് അംഗങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സിഡ്നിയിൽ പോയിരുന്നു. സിഡ്നിയില് ഇന്ത്യക്കാരെ അറേഞ്ച് ചെയ്തത്. ആസ്ട്രേലിയ പോയിരുന്നു. തിരിച്ചു വരുമ്പോ സിഡ്നി എയർപോർട്ടിൽ ഇരിക്കുമ്പോ ഒരു ആസ്ട്രേലിയക്കാരൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, യു ഷുഡ് റീഡ് ദിസ് ബുക്ക്. ആരായാലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹമാണ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം എനിക്ക് തന്നത്. ഞാൻ സിഡ്നിയിലിരുന്ന് വായിച്ചു, ഫ്ലൈറ്റിൽ ഇരുന്ന് വായിച്ചു. സിംഗപ്പൂർ എത്തിയപ്പോഴത്തേക്കും സിംഗപ്പൂർ 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അവിടെ ഇരുന്ന് വായിച്ചു. അവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ വായിച്ചു. ആ പുസ്തകം തീർന്നു. എന്ത് നല്ല പുസ്തകം! എന്തിനാ ഇതിപ്പോ പറഞ്ഞറിയോ? ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. ഭഗവാൻ കൃഷ്ണൻ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അർജുനനോട് പറഞ്ഞതാ, ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനമുണ്ട്. ആ ഒരൊറ്റ വരി ഭഗവത്ഗീതയിലെ ഉള്ളത് അതേപോലെ ബ്രയൻ വൈസ് അൾട്രാ മോഡേൺ സയൻസിലൂടെ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. ബൈബിളിൽ പുനർജന്മത്തിനെതിരാ, ഖുർആൻ പുനർജന്മത്തിനെതിരാ. അപ്പോഴൊരു ചോദ്യമുണ്ട്, ദൈവത്തിനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? ദൈവത്തിന്റെ അടുത്ത് കുറെ കാലം നിൽക്കാൻ സൗകര്യം കിട്ടും. അടുത്ത ചോദ്യം, കുറച്ച് സന്തോഷിപ്പിച്ചു, കുറച്ച് സന്തോഷിപ്പിച്ചില്ല, അപ്പൊ എന്ത് ചെയ്യും? കുറച്ചു കാലം നീ സ്വർഗത്തിലുണ്ടാവും, ബാക്കി കാലം നരകത്തിലുണ്ടാവും. പിന്നെ എവിടേക്ക് പോകും? സ്വർഗവും നരകവും കഴിഞ്ഞ പിന്നെ എങ്ങോട്ട് പോകും? പിന്നെ മലപ്പുറത്തേക്ക് വരും. അല്ലാണ്ട് വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. പിന്നെ വേറെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. ചോദ്യത്തിന് ഉത്തരം അവിടെ മുട്ടാണ്. ചെയ്ത തിന്മയുടെ നരകബലം അനുഭവിച്ചാൽ പിന്നെ എവിടെ പോകും? ചെയ്ത നന്മയുടെ സ്വർഗബലം അനുഭവിച്ചാൽ പിന്നെ എവിടെ പോകും? ഈ ചോദ്യത്തിന് ഒരു സക്കീർ നായിക്കിനും ഒരു കുഞ്ഞാലിക്കുട്ടിക്കും ഒരു മഞ്ഞളാങ്കുഴിയ അലിക്കും ഉത്തരം പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഉത്തരമില്ല. ചെയ്ത പാപം അനുഭവിച്ചു തീർന്നാൽ പിന്നെ എങ്ങോട്ട്? ചെയ്ത പുണ്യം അനുഭവിച്ചു തീർന്നാൽ പിന്നെ എങ്ങോട്ട്? ഹിന്ദുവിന് ഉത്തരമുണ്ട്, അടുത്ത ജന്മത്തിലേക്ക്. അതൊരു സൈക്കിളാ. ആ നന്മകൾ അനുഭവിച്ച ഭൂമിയിലേക്ക് തിരിച്ചു വരും. ഇവിടെ ചെയ്ത നന്മകൾ അനുഭവിക്കാൻ ഇതൊരു സൈക്കിളാ. എന്തൊരു രസമാണ്. വാസാംശ ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യാതി സംയാതി നവാനി ദേഹി. ഭഗവത്ഗീതയിലെ വരിക ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓർമ്മിക്കുക, ഉജ്ജ്വലമായിട്ടുള്ള ഏത് ശ്ലോകത്തിനും സയൻസ് അപ്പുറത്തുണ്ട്. മനസ്സിന് നന്മ തരുന്ന ആചാരങ്ങള്, ശരീരത്തിന് ആരോഗ്യം തരുന്ന ആചാരങ്ങള്. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്, സയൻസാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് 30 സെക്കൻഡ് ഇരിക്കണം ഹാർട്ടിന്റെ ബാലൻസിന്. വടക്കോട്ട് എന്തുകൊണ്ട് തലവെച്ച് കിടക്കരുത്? ഹീമോഗ്ലോബിൻ തലച്ചോറിലെ ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് ആവും. മാഗ്നറ്റിക് മെറിഡിയന് പാരലലായിട്ട് കിടന്നാൽ അത് സയൻസാണ്. എഴുന്നേറ്റ് ഉടനെ നിൽക്കരുത്. ആരാ പറഞ്ഞത്? 1997 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് 11 വർഷമായുള്ളൂ. ഭാരതീയര് 3000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി പ്രാർത്ഥിക്കണം. തലശ്ശേരിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോ CPM നേതാവ് തലശ്ശേരി രാജൻ പറഞ്ഞു, ഞാൻ കരാഗ്രേ വസതേ ലക്ഷ്മി എന്നൊന്നും പറയില്ല, ഞാൻ വർഗീയവാദിയല്ല. പിന്നെ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു എന്റെ അടുത്ത്. നല്ലൊരു മനുഷ്യനാ. ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് പതുക്കെ പറയാ, കൈ നോക്കിക്കൊണ്ട്, സഖാക്കളെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്, താഴെ വീഴുന്നവരെ ബാക്കി ചേർത്തോളാം. അപ്പോ നിങ്ങൾ ഏത് മന്ത്രം വേണമെങ്കിൽ ചൊല്ലിക്കോളൂ, ഏത് പാട്ട് വേണമെങ്കിൽ പാടിക്കോളൂ, 30 സെക്കൻഡ് ഇരിക്കണം. അത് ഭാരതം ലോകത്തിന് പഠിപ്പിച്ചതാ. ഭൂമി തൊട്ട് തലയിൽ വെക്കണം. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. എന്തിനാതെന്നറിയോ? ഇതിനകത്തേക്ക് ഞാൻ കയറിയപ്പോ ആദ്യം നോക്കിയത് ഇതിനകത്ത് കാർപ്പറ്റ് ഉണ്ടോന്നാണ്. കാർപ്പറ്റ് ഇല്ല, ഇത് നിലമാണെങ്കിൽ ഞാൻ ചെരുപ്പിട്ടേ അകത്തേക്ക് കയറുള്ളൂ.
കാർപ്പറ്റ് ആയതുകൊണ്ട് നോൺ കണ്ടക്ടറാണ്. നോൺ കണ്ടക്ടർ, എന്റെ കാലിനൊന്നും സംഭവിക്കില്ല. മറിച്ച് രാത്രി 6 മണിക്കൂർ കിടക്കയിൽ കിടന്ന് ഉരുളുന്ന വ്യക്തി ആദ്യം കാലാണ് നിലത്ത് തൊടുന്നതെങ്കിൽ ആ രാത്രി അക്യൂമുലേറ്റ് ചെയ്ത ബയോ ഇലക്ട്രിസിറ്റി കാലുവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ 40-42 വയസ്സാവുമ്പോ കാലിന് വാതരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ കൈ ഭൂമിയിൽ ആദ്യം തൊടുക. അപ്പൊ ഇലക്ട്രിസിറ്റി കൈവഴിക്ക് എർത്ത് ചെയ്തു പോകും. കയ്യില് വാതരോഗം ജനറലി വരില്ല. അതിനകത്തൊരു സയൻസ് ഉണ്ട്. കുളിക്കണം, എക്സ്റ്റേണൽ ബോഡി ക്ലീനിങ്, പ്രാർത്ഥിക്കണം 10 മിനിറ്റെങ്കിലും, മൈൻഡ് ക്ലീനിങ്, 15 ദീർഘശ്വാസം എടുക്കണം, ലങ്സ് ക്ലീനിങ്, 5 സൂര്യ നമസ്കാരം ചെയ്യണം, 186 മൂവബിൾ ജോയിന്റ് ക്ലീനിങ്. എല്ലാം സയൻസാണ്. ഏത് വേദിയിലും ഉത്തരം പറയാൻ തയ്യാറാണ്. സയൻസാണ്. 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം, ജലപാന വ്രതം, ബ്ലഡ് ക്ലീനിങ്, 15 ദിവസത്തിലൊരിക്കൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്ന് ഞാൻ പറയല്ല. അതിനൊരു സയൻസ് ഉണ്ട്. എന്താ അതിന്റെ സയൻസ്? ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ സയൻസ് ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ച് നാളെ രാവിലെ ഭക്ഷണം ഇല്ല, നാളെ 10 മണിക്ക് ചായ ഇല്ല, നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല, നാളെ വൈകുന്നേരം ചായ ഇല്ല, നാളെ രാത്രി ഭക്ഷണം ഇല്ല, മറ്റന്നാളെ രാവിലെ ഭക്ഷണം. 36 മണിക്കൂർ ഇൻഡസ്റ്റൈൻ എംറ്റി ആണ്. 22 അടി നീളമുള്ള ഇൻഡസ്റ്റൈൻ എംറ്റി ആക്കി വെച്ചാൽ ആ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഒരു രോഗവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആഡിപ്പോസ് ടിഷ്യൂ 623 ദിവസം കൊണ്ട് ബയോകെമിസ്ട്രിയിൽ PhD എടുക്കാൻ സാധിച്ച ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. 623 ദിവസം കൊണ്ട് എന്റെ സബ്ജക്ട് ബയോകെമിസ്ട്രിയാ. അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട കാനഡയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതേ വിഷയത്തെ കുറിച്ച് തന്നെ. അപ്പോ ആ രാവിലെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്, ബ്ലഡ് ക്ലീനിങ്, അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുന്നത്, ലിഗമെന്റ്സ് ക്ലീനിങ്ങും മസിൽസ് ക്ലീനിങ്ങും ബ്രെയിനിലെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്നത്, ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരം. ആഴ്ചയിൽ ഒരിക്കല് ഉരുക്ക് ചീനച്ചട്ടിയിലും മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്നു പണ്ട് ഭാരതത്തില്, കേരളത്തില്. അന്ന് സ്ത്രീകൾക്ക് അനീമിയ ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്ത്രീകൾക്ക് 52% പേർക്ക് അനീമിയ ഉണ്ട്. ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരം. കുട്ടിക്ക് അന്നപ്രാശനം കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടിക്ക് അന്നപ്രാശനം കൊടുക്കുന്നത്? അമ്പലത്തിൽ കൊണ്ടോ ഇരുത്തും, കുറച്ച് ചോറും പായസവും ഉണ്ടാവും. ആദ്യം അമ്മ കയ്യിലേക്ക് നോക്കും, ചെളിയുണ്ടോന്ന്. ഇല്ല, പിന്നെ പുറകിൽ തുടയ്ക്കും. എവിടെയാ തുടക്കണമെന്ന് ഞാൻ പറയാനില്ല. കുറച്ച് ചോറെടുത്ത് കുട്ടിയുടെ വായിൽ വെക്കും, അത് കുറച്ച് കുട്ടി അകത്തേക്ക് എടുക്കും. അടുത്ത ആളും കയ്യിലേക്ക് നോക്കും, ചെളിയുണ്ടോന്ന്. അടുത്തൊന്നും ടാപ്പില്ല, കഴുകാൻ പറ്റില്ല. എല്ലാവരും കുറേശ്ശെ ചോറ് വായിലേക്ക് ഉടക്കും. അതോടുകൂടി ആ കുട്ടിക്ക് അന്ന് പനി ഉറപ്പാ. കാരണം പലതും അകത്തേക്ക് കയറി ആദ്യമായിട്ടേ. അതാണ് ഫസ്റ്റ് ഇനോക്കുലേഷൻ. അന്നപ്രാശനം എന്ന് പറയുന്ന ഫസ്റ്റ് ഇനോക്കുലേഷൻ. ഈ ചെവി കുത്തല് ഫസ്റ്റ് വാക്സിനേഷൻ. മച്ചിങ്ങ എന്നല്ലേ പറയാ ഇവിടെ? വെള്ളക്ക എന്താ പറയുന്നത്? തെങ്ങിന്റെ ചെറിയ തേങ്ങ ഉണ്ടാവുന്നതിന് മുമ്പുള്ളത്. അതിനെ നേരെ മുറിച്ച് അതിന്റെ പീസ പുറകിൽ വെക്കാം. പൈറോഗാലോൾ ഉണ്ട്. എന്നിട്ടാ കുത്തുക. അതുകൊണ്ട് ഒരു കാരണവശാലും അത് പഴുക്കില്ല. പക്ഷെ വാക്സിനേഷൻ കഴിഞ്ഞ് ഒരിത്തിരി പഴുക്കുന്ന മാതിരി വരും. കുട്ടിക്ക് പനിയുണ്ടാവും. ആദ്യത്തെ വാക്സിനേഷൻ. അതിനകത്തൊരു സയൻസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന് നന്മ വരുന്ന ആചാരങ്ങള്, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങള്. അമ്മയും അച്ഛനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അമ്മ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാം, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം. കുട്ടികളുടെ മുഴുവനും കാര്യങ്ങൾ കേൾക്കുക, ആശ്വസിപ്പിക്കുക. ഇന്ന് അമ്മമാർക്ക് സമയമില്ല. എന്താ കാരണം അറിയോ? പരസ്പരം, ചന്ദനമഴ, കറുത്തമുത്ത്. ഇതാണ് ജീവിതത്തിന്റെ 18ാം പടി. താനീ മനുഷ്യനെ കുത്തുവാള് എടുപ്പിക്കുന്ന 3 സീരിയല്. ആകെ ജീരകം മാതിരിയേ ഉള്ളൂ. അമ്മച്ചി IPS എടുക്കാൻ പോയി. ഈ അമ്മച്ചി അതിനെ പാരവിച്ചു. തലയ്ക്ക് സുഖമില്ലാത്തൊരു ഭാര്യ, തലയ്ക്ക് സുഖം മാത്രമുള്ള നെല്ലിപ്പടി വരെ എത്തിയ ഭർത്താവ്. എന്താ 2 ജോലിക്ക് പോവണ്ട. പത്മം, ഞാൻ പറഞ്ഞ നീ കേട്ടാ മതി. പത്മം, നീ പറഞ്ഞ ഞാൻ കേട്ടോളാം. ഈശ്വരാനുഗ്രഹം കൊണ്ട് തലയ്ക്ക് പുറത്തൊന്നുമില്ല, കഷണ്ടിയ. അത് തന്നെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. പണ്ട് അരമണിക്കൂറെങ്കിലും മക്കളുടെ കൂട്ടത്തിൽ അമ്മ ഇരിക്കുമായിരുന്നു, തലോടുമായിരുന്നു. നിന്നെപ്പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെ പുണ്യം, അച്ഛന്റെ പുണ്യമാണെന്ന് പറയുമായിരുന്നു. ആ അമ്മ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അനുഭവങ്ങള്, രാമന്റെ, സീതയുടെ, ലക്ഷ്മണന്റെ, ഭരതന്റെ, രാവണന്റെ, ശത്രുഘ്നന്റെ, ധർമ്മപുത്രരുടെ, കൈകേയിയുടെ, അതുപോലെ പാഞ്ചാലിയുടെ, ഗാന്ധാരിയുടെ, ധൃതരാഷ്ട്രരുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് നമുക്ക് സാധിക്കണില്ല.
കുടുംബ ബന്ധം തകരുന്നു. അമ്മ മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമായിരുന്നു, ഇന്ന് ചോറ് വിളമ്പി കൊടുക്കാൻ നേരെയില്ല. ഇന്ന് മക്കളോട് പറയും, നിനക്കായെങ്കിൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നീ തന്നെ പോയി തിന്നോ. ആ കുട്ടി എന്ത് ചെയ്യും? കുറച്ച് ചോറിടും, കുറച്ച് സാമ്പാറിടും, കുറച്ച് പപ്പടം ഇടും, കുറച്ച് തോരനിടും, എല്ലാം കൂടി വലിയേട്ടൻ എന്ന സിനിമയില് ആന ചെളി ചവിട്ടണ മാതിരി ഇതെല്ലാം കൂടി കുഴച്ച് അത് തിന്നും. തിന്നു കഴിഞ്ഞ അമ്മ ചോദിക്കും, സാമ്പാർ എങ്ങനെയുണ്ടായിരുന്നു? അത് സാമ്പാറായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മള് എവിടേക്കോ ചിലത് നഷ്ടപ്പെടും. കുടുംബ ബന്ധം, ജന്മദിനം ആഘോഷിക്കാം, നമ്മുടെ വീട്ടിനകത്ത് വിഷു ആഘോഷിക്കാം, അമ്മയുടെയും അച്ഛന്റെയും കാല് തൊട്ട് തിരുവോണം ആഘോഷിക്കാം. എന്തായിരുന്നു അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള ബന്ധം? കുടുംബക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് ചേരുക, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേരുക. ഇതിനല്ലേ നമ്മൾ കുടുംബ ബന്ധത്തിനുള്ള ആചാരങ്ങൾ ഉണ്ടാക്കിയത്? എത്ര ഗംഭീരമായ ആചാരങ്ങള്! ലോക ജനത കയ്യുകൂപ്പി ഷോക്കടിച്ച് നിൽക്കുന്നു. അത്രയും ഗംഭീരമായിട്ടുള്ള ആചാരങ്ങള്. നമ്മുടെ ആചാരങ്ങള് മനസ്സിന് നന്മ വരുത്തുന്നത്, ശരീരത്തിന് നന്മ വരുത്തുന്നത്, കുടുംബത്തിന് നന്മ വരുത്തുന്നത്, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വരിയുണ്ട്, ഞാനത് ആവർത്തിക്കാം. ആവർത്തന വിരസതയാണെന്ന് എനിക്കറിയാം. ഒരു കുരിശ്, ഒരു യേശുക്രിസ്തു, ഒരു ബൈബിള്, ഒരു യെരുശലേം, അതുപോലെ തന്നെ ഒരു പള്ളി. എന്നിട്ട് വെറുതെ ചിന്തിച്ചു നോക്കാം. കത്തോലിക്കന്റെ പള്ളിയില് മാർത്തോമക്കാരനെ കേറ്റില്ല, മാർത്തോമക്കാരന്റെ പള്ളിയില് യഹോവ സാക്ഷിയെ കേറ്റില്ല, യഹോവ സാക്ഷിയുടെ പള്ളിയില് സെവൻത് ഡേ അഡ്വന്റിസ്റ്റിനെ കേറ്റില്ല, ഈ 3 പേരുടെ പള്ളിയില് ഓർത്തഡോക്സിനെ കേറ്റില്ല, ഈ 4 പേരുടെയും പള്ളിയില് ജാക്കോബൈറ്റ്സിനെ കേറ്റില്ല, ഈ 5 പേരുടെയും പള്ളിയില് പെന്തക്കോസ്റ്റിനെ കേറ്റില്ല, ഈ 6 പേരുടെയും പള്ളിയില് സാൽവേഷൻ ആർമിയെ കേറ്റില്ല. എന്തൊരൈക്യം! ഒറ്റ യേശുക്രിസ്തു, ഒറ്റ കുരിശ്, ഒറ്റ ബൈബിള്, ഒറ്റ പള്ളിയിലച്ഛൻ. എന്തേ കേറ്റാത്തത്? ഇന്റേണലി ഐക്യം ഇല്ല, എക്സ്റ്റേണലി ഐക്യമുണ്ടെന്ന് കാണിക്കുന്നു. നമ്മൾ അങ്ങനെയല്ല. സമൂഹത്തിന് ഭയങ്കരമായി എല്ലാവരും വരും അമ്പലത്തിലേക്ക്. നായരില്ല, ഈഴവനില്ല. അമ്പലത്തിൽ ഒരുമിച്ച്, ഭാഗവതത്തിന് ഒരുമിച്ച്, അന്നദാനത്തിന് ഒരുമിച്ച്, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച്, ശിവരാത്രി ആഘോഷം ഒരുമിച്ച്, വിദ്യാരംഭം ഒരുമിച്ച്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, എന്ത് ചിന്തിച്ചു നോക്കാം. ഹിന്ദുക്കൾ ഒരുമിച്ച, ഇലക്ഷൻ വരുമ്പോ മാറുമായിരിക്കാം, ബാക്കിയുള്ളതിന് ഹിന്ദുക്കൾ ഒരുമിച്ച. ഏത് അമ്പലത്തിൽ നിങ്ങൾ നോക്കാം, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. സമൂഹത്തിന്റെ ഐക്യത്തിനുള്ള ആചാരങ്ങള്, രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിനുള്ള ആചാരങ്ങള്. എന്നെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഈ 41 ദിവസമുള്ള മണ്ഡലക്കാലത്തൊന്ന് വരിക. വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലൊന്ന് നിൽക്കാം, കൈകെട്ടി നിൽക്കാൻ പഠിക്കണം. എന്നിട്ട് അവിടെ ഉള്ളവരെ നോക്കാം. 1.5 ലക്ഷം അയ്യപ്പന്മാര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലുണ്ടാവും. എല്ലാം കറുത്ത മുണ്ടെടുത്തോണ്ടാണ്. അതിൽ ഒരാൾ പോലും മലയാളം പറയുന്നവനായിട്ട് കാണില്ല. ഒന്നുകിൽ തെലുങ്ക്, അല്ലെങ്കിൽ കന്നഡ, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ മറാഠി പറയുന്നവരായിരിക്കും. അവര് കേരളത്തിലാണെന്നൊരു ഫീലിംഗ് ഇല്ല. അവരുടെ നാട്ടില് ചിലര് ഒറ്റമുണ്ട്, ഇത്രേ ഉള്ളൂ. ചിലത് ബർമൂഡ ട്രയാങ്കിള് കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? പഴയ പാന്റ് എടുത്തിട്ട് കത്രിക കൊണ്ട് മുറിച്ചിട്ട് അത് ഒരുക്കി ഇട്ട് കഴിഞ്ഞാല് ശബരിമല തിരിച്ചു വന്നതിന് ശേഷം ഉരിയാ മതി. കഴുകുകയും വേണ്ട. ഈശ്വരാനുഗ്രഹം. നാട്ടിലുണ്ടെങ്കിൽ അറിയില്ല, അത്ര ആൾക്കാരുണ്ടല്ലോ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കാം, അവർക്ക് യാതൊരു ഫീലിംഗും ഇല്ല. ചിലരൊക്കെ മിനിഞ്ഞാന്ന് ഞങ്ങൾ പ്രഭാഷണത്തിന് അതിനടുത്തുള്ള സ്ഥലത്തേക്ക് പോയപ്പോ ഒരാൾ തോർത്തമുണ്ടേ ഉള്ളൂ, വയറ് കണ്ട ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരിയുണ്ട്. ഇത് താനെന്തിനാ നോക്കി നടന്നതെന്നൊരു പക്ഷെ നിങ്ങൾ ചോദിക്കാം. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാ ഞാൻ നോക്കിയെടുത്തത്, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാ. അവർക്ക് യാതൊരു ഫീലിംഗും ഇല്ല. അവര് വേറെ എവിടെയെങ്കിലും ആണ്. ഒരുമിച്ച് ഒരേ ശബ്ദം, സ്വാമിയെ അയ്യപ്പോ, ഒരേ ഭക്ഷണം, ഒരേ ജീവിതം, പരസ്പര സഹകരണം. അവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുന്ന മലയാളികള്. അവിടെ വാഗ്വാദം ഇല്ല, പറ്റിക്കലില്ല, വെട്ടിക്കലില്ല. രാഷ്ട്രത്തിന്റെ ഐക്യം. അമർനാഥിലേക്ക് നടന്നുപോയി, തളർന്നുപോയി. കൈലാസത്തിലേക്ക് അതിന്റെ മുമ്പിലത്തെ വർഷം പോയതാ. 22,750 അടി ഒറ്റയ്ക്ക് കയറി. ഭാഗ്യത്തിന് മരിച്ചില്ല. ഒരു യാക്ക് വന്ന് എന്നെ കുത്തിയപ്പോ ഞാൻ മറിഞ്ഞ് ഗൗരികുണ്ടില് 8000 അടി താഴത്തേക്ക് വീഴേണ്ടതാ. വീണില്ല. കൈ കുത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ആ പേടിയുണ്ടായിരുന്നു. ആ കൈലാസത്തിലേക്ക് നടന്നുപോയി, അമർനാഥിലേക്ക് നടന്നുപോയി, ബദ്രിനാഥിലേക്ക് നടന്നുപോയി, വൈഷ്ണോദേവിയിലേക്ക് നടന്നുപോയി. എല്ലാം നടന്നാ പോയത്. അമർനാഥിലേക്ക് പോകുമ്പോ ചെറിയ വഴിയാ, പേടിയാവും. താഴത്തേക്ക് നോക്കുമ്പോ ആൾക്കാർ പുറകിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും,
നീച്ചേ മത്തേക്കോ നീച്ചേ മത്തേക്കോ, താഴത്തേക്ക് നോക്കല്ലേ എന്ന് പറയും. നോക്കിയാൽ തലവെറ്റി വീഴും. ചില സ്ഥലത്ത് കാല് വെച്ച് കയറാൻ പറ്റില്ല, സ്നോ വീഴാണ്, കാല് വഴുക്കും. അപ്പോ അവിടെയുള്ള മുസ്ലിങ്ങള്, പഹൽഗാമിലെ മുസ്ലിങ്ങളാണ് അവർ കാലുവെച്ച് തരുന്നത് അത് ചവിട്ടി കയറിക്കോളാൻ. ആ പഹൽഗാമിലെ മുസ്ലിങ്ങളെ കാലുവെച്ച് തരും ഹിന്ദുവിന് അമർനാഥിലേക്ക് പോകാൻ, അതിൽ ചവിട്ടിക്കയറാൻ, അവരുടെ കാലിൽ ചവിട്ടിക്കയറാൻ അവർ 10 പൈസ മേടിക്കില്ല. അതാണ് ഭാരതം എന്ന രാഷ്ട്രം. അവിടെ ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല, നല്ല മനസ്സുള്ളവരുണ്ട്. നമ്മുടെ സമൂഹത്തിന് ഐക്യമുണ്ടാവാൻ കാരണം ഇതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ആചാരങ്ങളെല്ലാം ഓണം ആഘോഷമായാലും, ദീപാവലി ആഘോഷമായാലും, വിഷു ആഘോഷമായാലും, വിനായക ചതുർത്ഥി ആഘോഷമായാലും, കൃഷ്ണാഷ്ടമി ജന്മാഷ്ടമി ആഘോഷമായാലും, രാമനവമി ആഘോഷമായാലും, നവരാത്രി ആഘോഷമായാലും സമൂഹത്തിന്റെ ഐക്യത്തിന്, സോഷ്യൽ ബോണ്ടേജ്, അതാണ് ആചാരം. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരം, ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരം, കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്ന ആചാരം, സമൂഹത്തിന് ഐക്യം വരുത്തുന്ന ആചാരങ്ങള്, അതേപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം വരുന്ന ആചാരങ്ങൾ. ഏത് മതത്തിനിത് പറയാൻ സാധിക്കുമെന്ന് നോക്കാം. നമ്മൾ ഏകാദശി എടുക്കുന്നുണ്ട്, 36 മണിക്കൂർ വ്രതം. മറ്റൊരു വിഭാഗം ജനത 30 ദിവസം വ്രതം എടുക്കുന്നുണ്ട്. എങ്ങനെയറിയോ? മറ്റൊരു മതത്തിനെ ഞാൻ കുറ്റം പറയല്ല, ഇതിന്റെ മഹത്വം അറിയണമെങ്കിൽ അതും കൂടി ഒന്ന് അറിയണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മൂക്കറ്റമിറച്ചി, സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും മൂക്കറ്റമിറച്ചി, അത് വ്രതമല്ല. ആരെടുത്താലും വ്രതമല്ല. പുകഴ്ത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം, അതല്ല വ്രതം. വ്രതം 36 മണിക്കൂർ വയറ്റിനകത്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തിന്ന്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തിന്ന്, അതിനിടയ്ക്ക് തുപ്പല് പുറത്തേക്ക് തുപ്പി എന്ന് പറഞ്ഞിട്ടൊന്നും വ്രതാവില്ല. അതിനകത്തൊരു മഹത്വമുണ്ട്. 36 മണിക്കൂർ വ്രതം ഇരിക്കുമ്പോൾ ഒന്ന് വിശപ്പിന്റെ വേദന അറിയും, 2 ശരീരം നന്മ നിറഞ്ഞ രീതിയിൽ ശുദ്ധമാകും. ഭാരതീയ പൈതൃകത്തിന് നിങ്ങൾ ഏത് ചോദ്യം ചോദിക്കാം. ഭാരതീയ ഈശ്വര സങ്കല്പം, ബ്രഹ്മാവിന് 4 തല. എന്തുകൊണ്ട്? ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കാണ് ഞാൻ. 4 തല, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. സൃഷ്ടിക്കത് ആവശ്യം. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും, ഡെൻമാർക്കിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് വരെ 27 കിലോമീറ്റർ നീളത്തില് 20 മീറ്റർ താഴെ ഗോഡ് പാർട്ടിക്കിൾ കാണാനുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ഭൂമിയുടെ 20 മീറ്റർ താഴെ കുഴല, 1 മീറ്റർ ഡയമീറ്റർ ഉള്ള 27 കിലോമീറ്റർ നീളമുള്ള റിസർച്ചാണ്. എങ്ങനെയാണ് പ്രപഞ്ച ഉത്ഭവം ഉണ്ടായത്? അതില് 0 ഡിഗ്രി പ്രഷറില് 2 പ്രോട്ടോണുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ, അതിനകത്ത് ലെപ്റ്റോണുകൾ ഉണ്ടാവുമോ ഫെർമിയോണുകൾ ഉണ്ടാവുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ അറ്റത്ത് സ്വിറ്റ്സർലൻഡ്, ആ അറ്റത്ത് ഡെൻമാർക്ക്. ഈ അറ്റത്ത് വലിയൊരു ലാബറട്ടറി ഉണ്ട്, ഈ അറ്റത്തും വലിയൊരു ലാബറട്ടറി ഉണ്ട്. ഈ അറ്റത്തെ ലാബറട്ടറിയിലെ എൻട്രൻസിൽ വെച്ചിരിക്കുന്നത് 11 അടി പൊക്കമുള്ള ഓട് കൊണ്ട് ഉണ്ടാക്കിയ, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ വലിയ ബിംബമാണ് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് ശിവന്റെയും പാർവതിയുടെയും പകുതി ശരീരം ചേർത്ത് അർദ്ധനാരീശ്വര സങ്കല്പം. ഒന്ന് ആലോചിച്ച് നോക്കാം, ശിവസങ്കല്പവും താണ്ഡവ നൃത്തമാടുന്ന, അതുപോലെ അർദ്ധനാരീശ്വര സങ്കല്പം. ലോകത്തിൽ 437 ആറ്റമിക് റിയാക്ടറാ ഉള്ളത്. ഞാൻ പറഞ്ഞ നമ്പറിൽ 1 2 വ്യത്യാസം വരും, കാരണം പുതിയത് എവിടേക്കോ ചേർക്കുന്നുണ്ട്. 437 ആറ്റമിക് റിയാക്ടർ ഉള്ളതില് 437 റിയാക്ടറും ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. ശിവലിംഗത്തിന് പുറത്തു നിന്ന് വെള്ളം അഭിഷേകം നടത്തും ആറ്റമിക് റിയാക്ടർക്ക്, അകത്ത് നിന്ന് ഹെവി വാട്ടർ, ഇത് ഓർഡിനറി വാട്ടർ, രണ്ടിലും വെള്ളം സർക്കുലേഷൻ ഉണ്ട്. വെറുതെ ചിന്തിച്ചു നോക്കാം. ഭാരതീയ ഈശ്വര സങ്കല്പം, ബ്രഹ്മസങ്കല്പം. എന്താ ബ്രഹ്മം എന്നറിയോ? ബ്രഹ്മം കേട്ടുകയാണ് നിങ്ങള്. ബ്രഹ്മാനന്ദം, ബ്രഹ്മാവ്, ബ്രഹ്മവൈവർത്തം, ബ്രഹ്മം എന്നൊരു വാക്ക്. ആ ബ്രഹ്മത്തിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇൻട്രൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ്, awareness and consciousness present in every living and non-living beings. The Hindus call it as Brahman. നാസയിലെ സയന്റിസ്റ്റുമാര് പറഞ്ഞതാണ് ഈ വരി. ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. ഒരു വരി കൂടി പറയാം, ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞത്. വെയർ ദ അൾട്രാ മോഡേൺ ഫിസിക്സ്
ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്. ഒന്നുകൂടി പറയാം. എവിടെയാണോ അത്യന്താധുനിക ഊർജതന്ത്രം വന്ന് അവസാനിച്ചു നിൽക്കുന്നത്, there starts ancient Indian Upanishadic philosophy. അവിടെ നിന്ന് ആരംഭിക്കുന്നു ഭാരതത്തിലെ ഉപനിഷത്ത് ചിന്താധാരകള്. അർത്ഥം, ഇനി ഫിസിക്സിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഉപനിഷത്തിലൂടെയേ സാധിക്കുള്ളൂ. അറിഞ്ഞോണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളാ. ആർക്ക് വേണമെങ്കിലും ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കാം. എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല എങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൃശൂർ പൂര ദിവസം എന്റെ അച്ഛൻ എന്റെ കഴുത്തിലിട്ട പൂണൂല് സദസ്സിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ തയ്യാറാ. ഉറപ്പാ. വാദിക്കാനും ജയിക്കാനും ഞാനില്ല, അറിയാനും അറിയിക്കാനും ഉണ്ട്. വരാൻ തയ്യാറാണ്. ഉറപ്പ്. ഏത് ചോദ്യത്തിനും, ഭാരതീയ പൈതൃകത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിനും ഏത് പുസ്തകത്തിൽ എവിടെ തരുന്നു എന്ന് 48 വർഷം അത് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണൻ പറയുന്നു, പറയാൻ സാധിക്കും. ജഗദീശ്വരൻ അനുഗ്രഹിച്ചാൽ എന്റെ തലയ്ക്കകത്ത് വേറെ പ്രോബ്ലം ഇല്ലാതെ വരികയാണെങ്കിൽ മാത്രം ഉറപ്പ്. അത്രയും ധന്യമായൊരു രാഷ്ട്രം. ഭാരതത്തിലെ ഈശ്വര സങ്കല്പം, ഭാരതത്തിലെ ആചാരങ്ങള്, ഭാരതത്തിലെ ഗ്രന്ഥങ്ങള്. ഒന്നുകൂടി പറയാം. ഭാരതത്തിലെ ഗ്രന്ഥങ്ങള്, പുരാണങ്ങള്, മഹാഭാരതം, രാമായണം, വേദം, ഉപനിഷത്ത്. ഇപ്പുറത്ത് ഭാരതത്തിലെ ആചാരങ്ങള്, മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക്. ഈശ്വര സങ്കല്പം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോ കൺഫ്യൂഷൻ ആവും. എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഒരു 3 മണിക്കൂർ ഭാരതത്തിലെ ഈശ്വര സങ്കല്പം വിവരിക്കാം. ഭാരതത്തിലെ ഈശ്വര സങ്കല്പം അൾട്രാ മോഡേൺ ഫിസിക്സ് ഉപയോഗിച്ച്, ഉപനിഷത്ത് വരി ഉപയോഗിച്ച്, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ന തത്ര ചക്ഷുർഗച്ഛതി വാഗ്ഗച്ഛതി നോ മനഃ ന വിദ്മോ ന വിജാനീമോ ഇത് അനുശിഷ്യാത്. അത് കേൾക്കുമ്പോ എനിക്ക് ഉറപ്പാണ് ഇവിടെ വേറൊരു ശബ്ദവും ഇല്ലല്ലോ. ആ ജനറേറ്ററിന്റെ ശബ്ദം മാത്രമല്ലേ ഉള്ളൂ. എത്ര സൈലന്റ് ആയിട്ടായിരിക്കുന്നതെന്ന് നോക്കുക നിങ്ങൾ ഓരോരുത്തരും. വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ പൈലടിക്കുമ്പോ ഇരിക്കണ മാതിരിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അത്രയും ശ്രദ്ധയോടുകൂടി ഈ സദസ്സിനോട് ഗോപാലകൃഷ്ണൻ വാക്ക് പറയുന്നു, എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഭാരതത്തിലെ ഈശ്വര സങ്കല്പവും പുനർജന്മവും അതിന്റെ തിയറിയും ഒന്ന് വിവരിക്കാം. അന്ന് നിങ്ങൾ അറിയാതെ കൈകൂപ്പി നിൽക്കും. പരമപവിത്രമായ ഭാരതത്തിന്റെ പൈതൃകം അത്രയും സയന്റിഫിക് ആണ്, ലോജിക്കലാണ്, റാഷണലാണ്. ആരെങ്കിലും മതപരിവർത്തനം നടത്താൻ വേണ്ടി അല്ല ഇത് പറയുന്നത്. അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഞാനൊരു ഹിന്ദുവാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഹിന്ദു. ആ ഹിന്ദുവാണെന്ന് ഭാരതീയരെ കൊണ്ട് പഠിപ്പിക്കലാ ഗോപാലകൃഷ്ണന്റെ ജീവിത ലക്ഷ്യം. അതിനകത്ത് എനിക്ക് ഒരു ഹിഡൻ അജണ്ടയുമില്ല, ഒരു സ്വാർത്ഥതയും എനിക്കില്ല. ഇത്രയും കാലം പഠിക്കാൻ സാധിച്ചതൊന്ന്, എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, ബാലകൃഷ്ണ എന്നാ എന്റെ അച്ഛൻ എന്നെ വിളിക്ക. 94 അച്ഛൻ മരിച്ചു. അച്ഛൻ പറഞ്ഞു, 25 വർഷം നീ ഗവൺമെന്റ് ചെലവിൽ പഠിച്ചു, ഇന്ത്യയിലും അമേരിക്കയിലും. ഞാൻ നിനക്ക് വേണ്ടി പൈസ ചെലവാക്കിയിട്ടില്ല, ഗവൺമെന്റ് ചെലവിൽ പഠിച്ചു. 25 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴില് സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു. 25 വർഷം കഴിയുന്ന ദിവസം VRS എടുത്ത് പുറത്തേക്ക് വരണം. പിന്നെ അവിടെ നിൽക്കരുത്. പിന്നത്തെ 25 വർഷം ഈ രാഷ്ട്രത്തിന് വേണ്ടി നീ മാറ്റിവെക്കണം. അത് അച്ഛൻ മുകളിൽ നിന്ന് നോക്കും. അച്ഛനോട് പറഞ്ഞു, 2008 മാർച്ച് 31 വൈകുന്നേരം ഞാൻ എന്റെ ലാബറട്ടറിയിൽ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ഞാൻ കയറിയിട്ടില്ല അവിടേക്ക്. 25 വർഷം തികഞ്ഞ ദിവസം അവിടെ. പിന്നെയും 10 വർഷം സർവീസുണ്ട്. CSIR വർക്ക് ചെയ്യുമ്പോ ഞങ്ങളുടെയൊക്കെ സാലറി ഇന്ത്യൻ പ്രസിഡന്റിന്റെ സാലറിക്ക് തുല്യ, ഹെവി സാലറിയാ. പക്ഷെ അച്ഛന്റെ വാക്ക് ഇന്നും അഭിമാനത്തോടു കൂടി പറയുന്നു. അന്നെടുത്ത തീരുമാനം 150% സന്തോഷപ്രദമാണ്. അത് തോന്നാൻ കാരണം അഹം എന്ന സിനിമയില് തലപ്പാവ് കെട്ടിക്കൊണ്ട് മോഹൻലാൽ നടക്കുമ്പോൾ പുറകിലൊരു പാട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ 10